മലയാള സിനിമയുടെ ചരിത്രത്തിൽ വളരെ വേഗത്തിൽ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയരുകയും എന്നാൽ അത്ര തന്നെ വേഗത്തിൽ പരാജയങ്ങളുടെ കൈപ്പറഞ്ഞതുമായ നടനാണ് നിവിൻ പോളി. ഒരു ഘട്ടത്തിൽ നിവിൻ പോളി എന്ന നടൻ ഫീൽഡ് ഔട്ട് ആയെന്ന സിനിമാ ലോകം വിധി എഴുതി തുടങ്ങിയെടുത്തു നിന്നാണ് സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ ഒരുക്കിയ സർവമായ തിയേറ്ററുകളിൽ വൻ തരംഗം സൃഷ്ടിക്കുന്നത്. മലയാളികൾ എന്നും കാണാൻ ആഗ്രഹിച്ച ആ പഴയ വിന്റേജ് നിവിൻ പോളിയെ തിരികെ നൽകിയ ഈ ചിത്രം ഒരു നടന്റെ മാത്രമല്ല, ഒരു സംവിധായകന്റെയും വലിയ വിജയമാണ്. മലയാള സിനിമയിലെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് ഹീറോയിൽ നിന്നും പരുക്കൻ വേഷങ്ങളിലേക്കും പിന്നീട് തുടർച്ചയായ പരാജയങ്ങളിലേക്കും നിവിൻ പോളി വീണുപോയിരുന്നു. അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതിയെക്കുറിച്ചും അഭിനയ ശൈലിയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പരിഹാസങ്ങളും ഉയർന്നു. എന്നാൽ സർവം മായ എന്ന ചിത്രം ഈ വിമർശകർക്കുള്ള കൃത്യമായ മറുപടിയാണ്. കലാപരമായി വലിയ പരീക്ഷണങ്ങൾ അവകാശപ്പെടാനില്ലെങ്കിലും ഒരു സാധാരണ പ്രേക്ഷകന് ക്രിസ്മസ് വെക്കേഷൻ കാലത്ത് തിയേറ്ററിൽ ഇരുന്ന് ആഘോഷിക്കാൻ കഴിയുന്ന എല്ലാ ചേരുവകളും ഈ ചിത്രത്തിലുണ്ട്. നർമ്മം, പ്രണയം, കുടുംബ ബന്ധങ്ങൾ എന്നിവ കൃത്യമായ അളവിൽ ചേർത്ത ഒരു ക്ലീൻ ഫീൽ ഗുഡ് മൂവിയാണിത്. അനൂപ് സത്യൻ, അഖിൽ സത്യൻ എന്നീ ഇരട്ട സഹോദരങ്ങൾ സിനിമയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ അച്ഛനായ സത്യൻ അന്തിക്കാടിന്റെ നിഴലിലായിരിക്കും അവർ എന്ന് പലരും കരുതിയിരുന്നു. സത്യൻ അന്തിക്കാട് സിനിമകൾ പലപ്പോഴും ഗ്രാമീണ നന്മയുടെയും നെൽപ്പാടങ്ങളുടെയും വാർപ്പ് മാതൃകകളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നുള്ള വിമർശനവും നിലനിൽക്കുന്നുണ്ട്. അഖിൽ സത്യന്റെ ആദ്യ ചിത്രമായ പാച്ചുവും അത്ഭുത വിളക്കും ഈ ശൈലി പിന്തുടർന്ന ഒന്നായിരുന്നു. എന്നാൽ സർവം മായയിലേക്ക് വരുമ്പോൾ അഖിൽ തന്റെ ക്രാഫ്റ്റിൽ വലിയ പുരോഗതി വരുത്തിയിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ഒരു സാധാരണ ഗ്രാമീണ ചിത്രം എന്ന് തോന്നുമെങ്കിലും കഥ മുന്നോട്ട് പോകും തോറും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന ട്വിസ്റ്റുകൾ ചിത്രത്തിലുണ്ട്. ഹൊറർ കോമഡി എന്ന വിഭാഗത്തെ ലോജിക്കൽ ബാലൻസ് നഷ്ടപ്പെടാതെ അവതരിപ്പിക്കാൻ അഖിൽ സത്യന് കഴിഞ്ഞു എന്നതും ഒരു സംവിധായകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. ഒരു മ്യൂസിക് ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റായ ഇന്ദൂട്ടി എന്ന പ്രഭേന്ദുവായാണ് നിവിൻ പോളി എത്തുന്നത്. ഒരു വലിയ സംഗീതജ്ഞനാകാൻ ആഗ്രഹിക്കുന്ന എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് ഗ്രാമത്തിലേക്ക് മടങ്ങേണ്ടി വരുന്ന ഒരു യുവാവ്. നിരീശ്വരവാദിയായ ഇന്ദൂട്ടിക്ക് തന്റെ പാരമ്പര്യമുള്ള തന്ത്രി കുടുംബത്തിലെ ആചാരങ്ങളോട് താല്പര്യമില്ല. എന്നാൽ ജീവിതം അവനെ എത്തിക്കുന്നത് തന്റെ കസിനായ രൂപേഷിന്റെ അസിസ്റ്റന്റ് പൂജാരിയായാണ്. നിവിൻ പോളി, അജു വർഗീസ് കൂട്ടുകെട്ട് മലയാളത്തിൽ എന്നും വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒന്നാണ്. ഇത് അവരുടെ 10ാമത്തെ ചിത്രമാണ്. തിയേറ്ററുകളിൽ പഴയ തട്ടത്തിൽ മറയത്ത് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള തമാശകളും കൗണ്ടറുകളും ഈ ചിത്രത്തിലുണ്ട്. നിവിന്റെ ചമ്മലുകളും അജുവിന്റെ നിഷ്കളങ്കമായ കോമഡികളും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് മുംബൈയിലെ വടപ്പാവ് സീനിലെ ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. നിവിൻ പോളി എന്ന നടന്റെ നവരസങ്ങളും കാണാൻ കഴിയുന്ന ചിത്രമാണ് സർവം മായ. പ്രണയത്തിലെ വിരഹവും സംഗീതത്തോടുള്ള അഭിനിവേശവും പേടിയുമെല്ലാം നിവിൻ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. റിയ ഷിബു അവതരിപ്പിച്ച ഡെലിലു എന്ന നായിക കഥാപാത്രം ചിത്രത്തിലെ വലിയൊരു സസ്പെൻസ് ആണ്. പ്രീതി മുകുന്ദന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം ജനാർദ്ദനെ പഴയ പ്രതാപത്തോടെ കാണാൻ കഴിഞ്ഞത് സിനിമയുടെ മറ്റൊരു പ്ലസ് പോയിന്റ് ആണ്. രഘുനാഥ് പലേരി, അൽതാഫ് സലീം എന്നിവരും തങ്ങൾക്ക് ലഭിച്ച വേഷങ്ങൾ മനോഹരമാക്കി. ചെറിയ വേഷമാണെങ്കിലും അൽതാഫ് സലീം തന്റെ തനതായ ശൈലിയിൽ തിയേറ്ററിൽ ചിരി പടർത്തിയിട്ടുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന നിലയിൽ സർവമായ പൂർണ്ണ വിജയമാണെങ്കിലും ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാനാവില്ല. അജു വർഗീസിന്റെ കഥാപാത്രം നേരിടുന്ന ശാരീരികമായ വീഴ്ചകളും ചില കണ്ടുമെടുത്ത കോമഡി ക്ലീശകളും ഒഴിവാക്കാമായിരുന്നു. മോഹൻലാലിന്റെ വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിന്റെ കഥാതന്തുവുമായി ചില സാമ്യങ്ങൾ പ്രേക്ഷകർക്ക് തോന്നിയേക്കാം. എങ്കിലും അഖിൽ സത്യന്റെ മേക്കിംഗ് ഈ സാമ്യങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നുണ്ട്. ഹൊറർ ഘടകങ്ങളെ കോമഡിയുമായി കലർത്തുമ്പോൾ പലപ്പോഴും സിനിമകൾ അരോചകരമായി മാറാറുണ്ട്. എന്നാൽ ഇവിടെ അഖിൽ സത്യൻ പാലിച്ച ലോജിക് പ്രശംസനീയമാണ്. ന്യൂജൻ സിനിമകളിലെ വേഗതയോ പ്രകൃതി പടങ്ങളിലെ അതിഭാവുകത്വമോ ഇല്ലാതെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് ഈ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നിവിൻ പോളി എന്ന നടൻ മലയാള സിനിമയിൽ ഇപ്പോഴും പ്രസക്തനാണെങ്കിലും നല്ല തിരക്കഥകൾ ലഭിച്ചാൽ അദ്ദേഹം വീണ്ടും ബോക്സ് ഓഫീസ് കീഴടക്കുമെന്നും സർവമായ തെളിയിക്കുന്നു. അഖിൽ സത്യൻ എന്ന സംവിധായകൻ തന്റെ അച്ഛന്റെ തണലിൽ നിന്ന് മാറി സ്വന്തമായ ഒരിടം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നതും ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. ചിരിക്കാനും കുറച്ചുനേരം ആശ്വാസത്തോടെ ഇരിക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരു മലയാളി പ്രേക്ഷകനും ധൈര്യമായി ടിക്കറ്റ് എടുക്കാവുന്ന ചിത്രമാണ് സർവം മായ.